നടക്കാണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നടക്കാനുള്ളത് നടന്നു. നീ എന്തേ ഉദ്ദേശിക്കുന്നേ? നമ്മൾ കൈയും കെട്ടി വെറുതെ നോക്കിയിരിക്കണമെന്നാ? എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല. ഈ ഫോട്ടോസ് എങ്ങാനും വൈറലായി കഴിഞ്ഞാൽ ഇതിന്റെ അവസ്ഥ എന്തായിരിക്കും നിനക്കറിയോ? നീ ഫോണിന് പാസ്വേഡ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ ഇടാഞ്ഞേ? ഞാൻ പാസ്വേഡ് എങ്ങാനും ഇട്ടാ നീ എങ്ങനെ എന്നെ സംശയിച്ചാലോ? ഒരു മിനിറ്റ്. ഇത് വെച്ചോ. ഇതെന്താ? ഇതെന്റെ പഴയ ഫോണാ. ഹൗ ഡിസ്കസ്റ്റിംഗ്. ക്യാമറയില്ല, ഇന്റർനെറ്റും ഇല്ല. എനിക്ക് പഴഞ്ച ഫോണൊന്നും വേണ്ട. അതായതേ നീ നിന്നെ നമ്പർ ഇതിനകത്തിട്. ഫോണേ സംസാരിക്കാൻ വേണ്ടി മാത്രമായിട്ടാ തന്നിരിക്കുന്നത്. നിന്റെ ഈ വൃത്തികെട്ട പടങ്ങളൊക്കെ എടുത്ത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടല്ല. മനസ്സിലായോ? നിനക്ക് ബോധമല്ലേ? ബൃഷ്ടി, നിനക്കെന്താ വട്ടു പിടിച്ചോ? ഞാൻ എത്ര തവണ പറഞ്ഞാലും നിനക്കെന്താ മനസ്സിലാവത്തെ? ഞാൻ ഈ പറഞ്ഞതൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ, അല്ലാതെ നീ ഫോൺ ഉപയോഗിക്കുന്നതിന് എനിക്കെന്താ പ്രശ്നം? എനിക്കറിയില്ല. ഞാൻ ആലോചിക്കട്ടെ എന്താ ചെയ്യാൻ പറ്റാന്ന്. അല്ലാതെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശരി, കരയണ്ട. ഞാൻ എന്ത് വേണമെന്ന് നീ പറയുന്നേ? ശരി, കരയല്ലേ. ഹലോ. ഹലോ, സുഖം തന്നെയാണോ? ആരാ ഇത്? ഇത് ഷീലയല്ലേ? റോങ് നമ്പർ. പിന്നെ ഇത് മുന്നിയുടെ നമ്പറാണോ? താൻ എന്തീ പറയുന്നേ? തനിക്ക് ശരിക്കും എന്താ വേണ്ടേ? നീ എൻ്റെ ചക്കര കുട്ടിയല്ലേ? നിന്റെ ഫോണിലെ ഫോട്ടോകളൊക്കെ കണ്ടാ പിന്നെ നിന്നെ ആരും ഷീലാന്ന് മുന്നിൽ നോക്കി വിളിക്കൂ, ബൃഷ്ടിന്നൊന്നും വിളിക്കത്തില്ല. അമ്മാതിരി ഫോട്ടോകളല്ലേ ഇതിലുള്ളതൊക്കെ. നീ ശരിക്കും ആരാ? നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? ആശ്ചര്യം തന്നെ. ഞാൻ കരുതി നിനക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ടാവുമെന്ന്. തനിക്ക് എന്താ വേണ്ടേ? അത് തന്നെയാ എനിക്കും അറിയാത്തത്. നിന്റെ ഈ ഫോട്ടോകളൊക്കെ കണ്ടതിന് ശേഷം ഞാൻ ആകെ അങ്ങ് മയങ്ങിപ്പോയി. ഹലോ ഹലോ ഹലോ. ഹലോ ഹലോ. സുഖം തന്നെയാണോ? നിങ്ങൾക്ക് എത്ര രൂപയാ വേണ്ടേ? ഞാനത് എത്രയായാലും തന്നേക്കാം. എന്റെ ഫോൺ തിരിച്ചാ, എന്റെ പിക്ചേഴ്സും തിരിച്ചു തന്നേക്ക്. റിലാക്സ്. നിനക്ക് എന്താ പൊന്നെ ഇങ്ങനെ ക്ഷമയില്ലാതായി പോയത്? നിന്റെ സാധനമൊക്കെ നിനക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, പറ നിങ്ങൾക്ക് എത്ര കാശാ വേണ്ടെന്ന്. ഞാനതിന് കാശ് ചോദിച്ചില്ലല്ലോ മുത്തേ. നീ എന്തിനാ എന്നോട് കാശിനെ പറ്റിയൊക്കെ പറയുന്നേ? പിന്നെ നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് നിന്നെയാണ് വേണ്ടത്. നിന്റെ ആ ഫോട്ടോ ഒക്കെ കണ്ട ആ ദിവസം മുതൽ സത്യം പറഞ്ഞ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എനിക്ക് നിന്റെ കൂടെ കിടക്കണം, നിന്റെ കൂടെ. നീ എന്ത് വൃത്തിയോടെ പറയുന്നേ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ അത്രക്കാരിയല്ല. തമാശ കൊള്ളാലോ. നിന്റെ ഈ ഫോട്ടോകളൊക്കെ കണ്ടിട്ടും നീ അങ്ങനെ ഒരാളല്ലെന്ന് ഞാൻ വിശ്വസിക്കണം. നോക്ക്, നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തന്നേക്കാം. മറ്റൊന്നും നിങ്ങൾ ആവശ്യപ്പെടരുത്. നിങ്ങൾക്ക് എത്രയാ വേണ്ടതെന്ന് പറ. എന്റെ മൊബൈൽ ഫോട്ടോസും തിരിച്ചു തന്നേക്ക് പ്ലീസ്. കാശ് ആർക്കാണ് അത്യാവശ്യമില്ലാത്തത്? പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആളുകൾ എന്തിനു വേണ്ടിയാണ് തങ്ങൾ കാശ് സമ്പാദിക്കണമെന്ന് ചിന്തിക്കുന്നത്? ജീവിതത്തിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവണമെങ്കിൽ കാശ് വേണമെന്നാണ് ആളുകളുടെ വിചാരം. നിനക്കറിയാലോ അത്. അപ്പോ എനിക്ക് നിന്റെ കൂടെ കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ മാത്രം മതി. നീയും ഞാനും ഒറ്റയ്ക്കൊരു റൂമിൽ. നിനക്ക് സമ്മതാണെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം നമുക്ക് ഒന്ന് ആഘോഷിക്കാം, ഒറ്റയ്ക്കൊരു റൂമിൽ. നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? ഞാൻ അത്രക്കാരിയല്ലെന്ന് പറഞ്ഞില്ലേ? ഇനി എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കരുത്. നീ ഒന്ന് ഫേസ്ബുക്കിൽ നോക്ക്. ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. എൻ്റെ ഒരൊറ്റ ക്ലിക്ക് മതി അത് വൈറലാക്കാൻ. അത് വേണോ വേണ്ടയോ എന്ന് നീ തന്നെ തീരുമാനിക്കും. ഞാനത് ചെയ്താൽ പിന്നെ എല്ലാവരും നിന്നോട് ഞാൻ ഈ ആവശ്യപ്പെടുന്ന സാധനം തന്നെ ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് മോള് സംസാരം നിർത്തിയിട്ട് മര്യാദക്ക് എൻ്റെ കൂടെ സഹകരിക്കാൻ നോക്ക്. ഞാൻ നിനക്കൊരു അഡ്രസ്സ് അയക്കാം. ഇന്ന് വൈകുന്നേരം ഒരു 7 മണിക്ക് നല്ല സെക്സി ആയി ഡ്രസ്സ് ഇട്ടുകൊണ്ട് അങ്ങ് വന്നേക്കണം. നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് തന്നെ അടിപൊളിയായിരിക്കും.